Hi goodies, good evening. Hi Magle. Ellaru ettiyo? Hi teacher. Hi Akshay Krishna. Appo ningade GIB exam variyana, and for the GIB exam this time we have two chapters alle important aayittulla two chapters alla. So already nammade two chapters inde first chapter inde one shot കഴിഞ്ഞു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ചാപ്റ്റർ ആണ്. അപ്പം എല്ലാവരും റെഡിയാണോ? ഓക്കെ, അപ്പോൾ ഒരു ക്വിക്കായിട്ടുള്ള നമ്മുടെ ഒരു റിവിഷൻ ആയിരിക്കും ഫോർ ദിസ് ഹോൾ ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തിയറി കുറച്ച് ഡിസ്കസ് ചെയ്യും, അതിനുശേഷം ഇതിലെ ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്ത് പോവും. അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ വാം ഗുഡ് ഈവനിങ്. സോ ക്യാൻ വി ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്? Ready, steady, go. Ready le? Hi Akshay Krishna. Hi guys, good evening. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ് കേട്ടോ. ഹായ് ഗുഡ് ഈവനിങ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസിക്കലി എനിക്ക് 3 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഡിസ്കസ് ചെയ്യാം ശരിക്കും എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വന്നത് എന്നുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈക്ക് അവർ ഹെൽത്ത് നമുക്ക് പറയാം, ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എന്ത് പറയും? ഇറ്റ്സ് എ സ്റ്റേറ്റ് വെൻ എന്താണ് ആൾക്കാർക്കൊരു നോർമൽ ആയിട്ടുള്ള ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ വേണം. അത് മാത്രം പോരാ, ബിഹേവിയറൽ സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷനിലും ദേ ഷുഡ് ബി നോർമൽ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മളൊരു സൊസൈറ്റീനെ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി എന്ന് വിളിക്കുക. സോ വി ക്യാൻ സേ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ഇവിടെ നമുക്ക് ഫിസിക്കലും ഇമോഷണലും ബിഹേവിയറലും സോഷ്യൽ ആസ്പെക്ട്സും എല്ലാ ആസ്പെക്റ്റ് എടുക്കുമ്പോഴും ഇഫ് ഇറ്റ് ഈസ് പക്ക നോർമൽ, ആ കണ്ടീഷനെയാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി എന്ന് പറയുക. അപ്പോൾ ഇന്ത്യയാണ് നിങ്ങൾക്കറിയാം 1951 ഫസ്റ്റ് ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് ബൈ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം. അപ്പോൾ ഈ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഈ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമിനെയാണ് നമ്മൾ ലേറ്റർ റീനെയിം ചെയ്ത് വെച്ച് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്ന് പേരിട്ടത്. അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം വഴി ശരിക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? നമ്മൾ എല്ലാ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷനെയും അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ എൻഷുർ ചെയ്യാൻ ശ്രമിച്ചു. ഫോർ എക്സാമ്പിൾ, കൊച്ചു കുട്ടികളിലാണെങ്കിൽ ചൈൽഡ് അബ്യൂസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നു? ക്ലാസ്സസ് കൊടുക്കുന്നു. അതുപോലെ അവർക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മുടെ ഓഡിയോ വിഷ്വൽ മീഡിയ വഴി അവർക്ക് ആഡ്സും അഡ്വർടൈസ്മെൻറ്റ്സും വഴിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് അവയർനെസ് കൊടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഏത് ചെയ്തത്? നമ്മളുടെ RCHൽ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ചെയ്തത്. അഡോളസൻസിന് വേണ്ടിയാണെങ്കിൽ STDs പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കോൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ചുള്ള സ്റ്റഡി, റീപ്രൊഡക്റ്റീവ് മിത്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള ഏർലി പ്രഗ്നൻസീസും അബോർഷൻസും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇവർക്ക് പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷനും കോൺട്രാസെപ്റ്റീവ് സ്റ്റഡീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വെൻ വി ഗോ ടു മാരേജബിൾ ഏജ് ഗ്രൂപ്പ്, ആദ്യം തന്നെ മാരേജബിൾ ഏജ് ഗ്രൂപ്പ് നമ്മൾ റൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും മാരേജബിൾ ഏജ് ഗ്രൂപ്പ് മക്കളൊന്ന് എന്താണെന്നൊന്ന് എഴുതിയേ. അപ്പോൾ മാരേജബിൾ ഏജ് ഗ്രൂപ്പ് റൈസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒരു ഫാമിലി പ്ലാനിങ് ഐഡിയ ഈ ഒരു കപ്പിൾസിന് ക്രിയേറ്റ് ചെയ്യുക. ഇനി കുട്ടികൾക്ക് വെരി ഗുഡ് IUDസിനെയൊക്കെ കുറിച്ച് IUDs വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്യാപ്പിംഗ് പ്രോപ്പർ ഫസ്റ്റ് കുട്ടിയും സെക്കൻഡ് കുട്ടിയും തമ്മിലുള്ള പ്രോപ്പർ ഗ്യാപ്പിംഗ് ഒക്കെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ IUDസിനെ കുറിച്ചൊക്കെ ഉള്ള പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് മാരേജബിൾ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, പ്രഗ്നൻസി ഈ ഒരു ഏജിലാണ് വരിക, 18 and 21. ഗേൾസിന് 18ഉം മെയിൽസിന് 21ഉം ആണ് മാരേജബിൾ ഏജ് ഗ്രൂപ്പ് വരിക. അപ്പോൾ അത് റൈസ് ചെയ്തുകൊണ്ട് അത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ മാരേജബിൾ ഏജ് ഗ്രൂപ്പ് റൈസ് ചെയ്യുക. അതൊക്കെ ശരിക്കും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു അതെ, നമ്മുടെ എന്ത് ചെയ്യണം? ഈ മാരേജബിൾ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് പ്രോപ്പർ അവയർനെസ് ഓൺ
പ്രീ ആൻഡ് പോസ്റ്റ്നേറ്റൽ മദർ കെയർ. കാരണം പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീക്ക് പ്രഗ്നൻസി പീരീഡിലും പോസ്റ്റ്നേറ്റലി കെയർ കൊടുക്കുക. അതുപോലെ തന്നെ ചൈൽഡിനാണെങ്കിൽ ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അപ്പോൾ ഇതെല്ലാം RCH പ്രോഗ്രാം വഴിയാണ് നടപ്പ് വരുത്തുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാം RCH എന്ന് പറയുന്ന പ്രോഗ്രാം വന്നപ്പോഴേക്കും നമുക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഹെൽത്ത് ഫീൽഡിൽ ഉണ്ടായി. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് പ്രിവെന്റ് ചെയ്യാൻ പറ്റി. കാരണം ഫീമെയിൽ ഫീറ്റിസൈഡ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അമ്നിയോസിന്തസിസ് വഴി സെക്സ് ഡിറ്റർമിനേഷൻ ഒക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു. കാരണം പ്രീനേറ്റൽ പോസ്റ്റ്നേറ്റൽ മെറ്റേണൽ കെയർ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഓവറോൾ ഡെത്ത് റേറ്റ് കുറഞ്ഞു. റീപ്രൊഡ്യൂസബിൾ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി. ബട്ട് ആസ് സച്ച് ഇതെല്ലാം കൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് പോപ്പുലേഷൻ റൈസ് ചെയ്യാണ് ചെയ്തത്. ഹായ് ഫസീല, ഹായ് സിദ്ധാർത്ഥ്. അങ്ങനെ നമുക്ക് പറയാം ഈവൺ ഇഫ് RCH ആക്ച്വലി നമുക്കൊരു ബെനിഫിഷ്യൽ പ്രോഗ്രാം ആയിരുന്നു, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തെങ്കിലും ഓൺ എ വൈഡർ ആസ്പെക്ട് ഇത് നമ്മുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കുറച്ചൊരു കാരണമായെന്ന് പറയാം. കാരണം ഹെൽത്ത് ഫെസിലിറ്റി കൂടി, ഡെത്ത് റേറ്റ് കുറഞ്ഞു, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കുറഞ്ഞു, നമ്പർ ഓഫ് പീപ്പിൾ റീപ്രൊഡ്യൂസബിൾ ഏജ് ഗ്രൂപ്പിലുള്ളത് കൂടി. സോ ഇവൻച്വലി പോപ്പുലേഷൻ ഗ്രോ ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ലെസ് ദാൻ 2%, അഥവാ 20/1000 പെർ ഇയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ലെസ് ദാൻ 2% ആണ് നമുക്ക് പോപ്പുലേഷൻ റേറ്റ് എങ്കിലും ഈ ഒരു രീതിയിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ ദ നമ്പർ ഓഫ് പോപ്പുലേഷൻ ആവാൻ ജസ്റ്റ് ഫ്യൂ ഇയേഴ്സിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ മക്കൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ടറി പാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയും ഇൻട്രൊഡക്ടറി പാർട്ടിലാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്? നമ്മുടെ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമിനെ കുറിച്ച്, RCHനെ കുറിച്ച്, ഓവർ പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ വേണം. അപ്പോൾ NCERT ടെക്സ്റ്റ് എടുത്ത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്ത് നോക്കാം. സോ മെയിൻ പോയിന്റ്സ് ഇതൊക്കെയാണ്: ഫാമിലി പ്ലാനിങ് പ്രോഗ്രാം, RCH ആൻഡ് യെസ് ഓഫ് കോഴ്സ് യുവർ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ടൈമാണ്. ഈ ഒരു പാർട്ടിലെ മാത്രം ക്വസ്റ്റ്യൻസ്. സോ ബിഫോർ ഐ മൂവ് ടു ക്വസ്റ്റ്യൻസ്, ഒരു 2 ക്വസ്റ്റ്യൻ ഞാനായിട്ട് തന്നെ ചോദിക്കാം. ഫീമെയിൽ ഫീറ്റിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ എടുത്ത ഫസ്റ്റ് മെഷർ എന്തായിരുന്നു? ടു പ്രിവെന്റ് ഫീമെയിൽ ഫീറ്റിസൈഡ്, what was the first measure taken in India? ഫീമെയിൽ ഫീറ്റിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളെടുത്ത ഫസ്റ്റ് മെഷർ എന്തായിരുന്നു? യെസ്, ബാനിങ് അമ്നിയോസിന്തസിസ്. അമ്നിയോസിന്തസിസ് ഇന്ത്യയിൽ സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടിയാണ് ബാൻ ചെയ്തത്. അല്ലാതെ അമ്നിയോസിന്തസിസ് ആസ് സച്ച് നമുക്ക് ബാൻ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അമ്നിയോസിന്തസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ വാസ് ബാൻഡ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്കതാ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ പ്രസന്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഇൻ ഇന്ത്യ? നമ്മുടെ പ്രസന്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്താണ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 2011-ൻ്റെയും 2023-ൻ്റെയും നമ്മുടെ 2011-ൻ്റെ നമ്മുടെ സെൻസസ് റേറ്റ് നമുക്ക് സാധാരണ ചോദിക്കുന്നതാണ്. അപ്പോൾ ആ വാല്യൂസ് നിങ്ങൾ പഠിക്കണം. വേൾഡ് പോപ്പുലേഷൻ്റെയും ഇന്ത്യൻ പോപ്പുലേഷൻ്റെയും വാല്യൂസ് നിങ്ങൾ പഠിക്കണം കേട്ടോ. 2000 and 2011-ലുള്ള സെൻസസ് റേറ്റ്സ്. യെസ്, ലെസ് ദാൻ 2% ആണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത്. ദാറ്റ് ഈസ് 20/1000 പെർ ഇയർ എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ദേ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the major tasks under RCH program are?
the major tasks under RCH program are? Create awareness among people about various reproductive related aspects. Providing facilities and supports. അല്ലേ, ഫെസിലിറ്റീസിലാണ് നമുക്ക് ഈവൻ CDRAയിൽ നിന്ന് സഹേലി പോലുള്ള നമ്മുടെ കോൺട്രാസെപ്റ്റീവ്സ് പ്രൊഡ്യൂസ് ചെയ്തതും അതുപോലെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ ബോത്ത് ദീസ് ആർ എ മേജർ ടാസ്ക് ഓഫ് RCH. ആൻസർ ഈസ് 1 and 2. Question number 2. Question number 2. Improved reproductive health is not indicated by. Better detection and cure of STD. Yes, of course, indicate ചെയ്യുന്നുണ്ട്. Better awareness about sex related matter. Yes. Decrease number of couple with small family അല്ല, സ്മോൾ ഫാമിലി ഉള്ള കപ്പിൾസിന്റെ എണ്ണം കൂടിയാലാണ് നമ്മുടെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സും നമ്മുടെ ഹംദോ ഹമാര ഏക്ക് പോലുള്ള സ്ലോഗൻസ് വർക്കായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, amniocentesis is the detection of. Amniocentesis is the detection of chromosomal pattern by taking amniotic fluid from a baby. അപ്പോൾ നമുക്കറിയാം, ഒരു പ്രഗ്നന്റ് ലേഡി എടുക്കുകയാണെങ്കിൽ അവരുടെ ബേബി കിടക്കുന്ന ആ ഒരു സാക്കാണ് അമ്നിയോട്ടിക് സാക്ക്. ഇവിടെയുള്ള ഫ്ലൂയിഡ് നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാക്ട് ഔട്ട് ചെയ്യും. അതിൽ നിന്ന് ക്രോമസോമൽ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാം. അതുവഴി സെക്സ് ഡിറ്റർമിനേഷനും ജനറ്റിക് ഡിഫക്ട്സും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് അമ്നിയോസിന്തസിസ്. നെക്സ്റ്റ്, amniocentesis was statutorily banned in India because. It is very expensive. No. It cannot bring forth any corrective procedure. No. It was abused and led to ഫീമെയിൽ ഫീറ്റിസൈഡ്. നമുക്കറിയാം, ഇത് അബ്യൂസ് ചെയ്തുകൊണ്ടാണ് ചില ആൾക്കാർ ഫീമെയിൽ ഫീറ്റിസൈഡ് ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു 3 monthsനുള്ളിൽ തന്നെ അമ്നിയോസിന്തസിസ് ചെയ്യുകയും സെക്സ് ഓഫ് ദ ബേബി ഫീമെയിൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അബോർട്ട് ചെയ്ത് കളയും. ദാറ്റ് ഈസ് ഫീമെയിൽ ഫീറ്റിസൈഡ്. അത് ആയിരുന്നു, ദാറ്റ് ഈസ് എ റീസൺ വൈ അമ്നിയോസിന്തസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ വാസ് ബാൻഡ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to 2011 census report, the population growth rate was less than. Less than 2%, that is 20/1000 per year. നമുക്ക് ആൻസർ ആയിട്ട് പറയാം 1 and 2. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ, ആൻസർ ഇസ് നോട്ട് സെക്കൻഡ് ഓപ്ഷൻ, ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. 2 and 3 അല്ലേ മക്കളെ? 2% കുറവെന്ന് പറയുന്നത് 20/1000 അല്ലേടാ 2% വരിക. ഇറ്റ്സ് 2%. ആൻസർ ഈസ് third option, 1 and 3. Now moving on to the next, that is contraceptive methods. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഫുള്ള് നമ്മുടെ RCH പ്രോഗ്രാമിനെ കുറിച്ചും അതുപോലെ ഫാമിലി പ്ലാനിങ് പ്രോഗ്രാമിനെ കുറിച്ചും ഒക്കെയാണ്. എന്നാൽ നെക്സ്റ്റ് സെക്ഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക കോൺട്രസെപ്റ്റീവ്സിനെ കുറിച്ചാണ്.
ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. എന്താണ് കോൺട്രസെപ്റ്റീവ്? നമുക്ക് നാച്ചുറലി സെക്ഷൽ ഇന്റർകോഴ്സിന് അണ്ടർഗോ ചെയ്തുകൊണ്ട് തന്നെ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് പ്രഗ്നന്റ് വാട്ട് എവർ മെഷേഴ്സ് യു ടേക്ക് ദീസ് ആർ കോൾഡ് എസ് കോൺട്രസെപ്റ്റീവ് മെഷേഴ്സ്. എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സിൽ അണ്ടർഗോ ചെയ്യുക, ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഡോണ്ട് വാണ്ട് ടു കൺസീവ്, ദ മെഷേഴ്സ് ടേക്കൺ ആർ കോൾഡ് എസ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. ഈ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിന് ഒരുപാട് നമ്മൾ എന്ത് പറയും, ഒരുപാട് ക്രൈറ്റീരിയാസ് നമ്മൾ പറയും. അത് ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഈസി ടു യൂസ് ആയിരിക്കണം, സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ സെക്ഷൽ കോഹാബിറ്റേഷൻ അത് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല, നമുക്കത് റിവേഴ്സിബിൾ ആയിരിക്കണം. സോ ദാറ്റ് വൺസ് വി ആർ നോട്ട് യൂസിങ് കോൺട്രസെപ്റ്റീവ് വി ഷുഡ് ബി ഏബിൾ ടു ഗെറ്റ് പ്രഗ്നന്റ്. അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് നമ്മൾ എന്ത് ചെയ്യും, ജനറൽ റൂൾ ഫോർ എ കോൺട്രസെപ്റ്റീവ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ കോൺട്രസെപ്റ്റീവ്സിനെ ബേസിക്കലി നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഈവൻ ബിഫോർ ഐ മൂവ് ഇൻ ടു ഇറ്റ്, ഞാൻ ആ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബേസിക്കലി നമ്മൾ കോൺട്രസെപ്റ്റീവ്സിനെ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക. യു ഹാവ് നാച്ചുറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. ആദ്യം നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. റിവേഴ്സിബിൾ, വൺ വിച്ച് ക്യാൻ ബി റിവേഴ്സ്ഡ്, ആൻഡ് ഇറിവേഴ്സിബിൾ കോൺട്രസെപ്റ്റീവ്. ഈ ഇറിവേഴ്സിബിൾ കോൺട്രസെപ്റ്റീവ്സ് ആണ് ശരിക്കും നമ്മൾ പറയുന്ന സർജിക്കൽ മെത്തേഡ്സ് എന്ന് പറയാം. റിവേഴ്സിബിൾ കോൺട്രസെപ്റ്റീവിൽ തന്നെ നമുക്ക് എമർജൻസി കോൺട്രസെപ്റ്റീവും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഫ്റ്റർ കോയിറ്റസ് നമ്മൾ ഉപയോഗിക്കുന്ന കോൺട്രസെപ്റ്റീവും ഉണ്ട്, ഓർ ബിഫോർ കോയിറ്റസ് നമ്മൾ ആലോചിക്കുന്ന കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സും ഉണ്ട്. ബിഫോർ കോയിറ്റസിലുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിലാണ് നാച്ചുറൽ മെത്തേഡ്, ബാരിയർ മെത്തേഡ്, IUDs, oral contraceptives, injections and implants, ഒക്കെ വരുന്നത്. അപ്പോൾ ബേസിക്കലി കോൺട്രസെപ്റ്റീവിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ചാർട്ടായിട്ട് തന്നെ ആലോചിച്ചിരിക്കണം. സോ വി ഹാവ് ദ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. ഇറിവേഴ്സിബിൾ നമ്മൾ സർജിക്കൽ മെത്തേഡ്സ് ആണ് പറയുക. റിവേഴ്സിബിളിൽ തന്നെ ബിഫോർ കോയിറ്റസ്, ആഫ്റ്റർ കോയിറ്റസ് ഉള്ള എമർജൻസി കോൺട്രസെപ്റ്റീവ്സ് ഉണ്ട്. ബിഫോർ കോയിറ്റസ് ഉള്ളതിൽ നാച്ചുറൽ മെത്തേഡ് ഉണ്ട്, ബാരിയർ മെത്തേഡ് ഉണ്ട്, IUDs ഉണ്ട്, ഇഞ്ചെക്ഷൻസ് ആൻഡ് ഇംപ്ലാന്റ്സ് ഉണ്ട്, ഓറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഓരോന്നായി നോക്കാം. സോ സ്റ്റാർട്ടിങ് വിത്ത് ദി നാച്ചുറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. മക്കളെ, നാച്ചുറൽ എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് യൂസിങ് എനി കോൺട്രസെപ്റ്റീവ്. ഇവിടെ നാച്ചുറൽ സൈക്കിളിനെ അല്ലെങ്കിൽ വി പ്രിവെന്റ് ദി ഓവം മീറ്റിംഗ് ദ സ്പേമിനെ ഓവം മീറ്റ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് നാച്ചുറൽ കോൺട്രസെപ്റ്റീവ്സ് ചെയ്യുക. ആക്ച്വലി നമുക്ക് 3 മെത്തേഡ് ഓഫ് നാച്ചുറൽ കോൺട്രസെപ്ഷൻ ആണ് ഉള്ളത്. പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇന്ററപ്റ്റസ് ആൻഡ് ലാക്ടേഷണൽ അമ്നോറിയ. പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീമെയിലിന്റെ ഫെർട്ടൈൽ പീരീഡിൽ വി വിൽ നെവർ അണ്ടർഗോ കോയിറ്റസ്. ഫീമെയിലിന്റെ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത് 10 to 17 ഡേയ്സ് ആണ്. ഈ സമയത്താണ് നമ്മൾ ഓവുലേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഓവുലേഷൻ നടക്കാൻ പറ്റുന്ന സമയം വി വിൽ പ്രിവെന്റ് ഫ്രം സെക്ഷൽ ഇന്റർകോഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുക. അടുത്ത മെത്തേഡാണ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്. ഇവിടെ കോയിറ്റസിന്റെ സമയത്ത് അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് ടുവേർഡ്സ് ദി എൻഡ് ആയിരിക്കും ഇജാക്കുലേഷൻ സംഭവിക്കാം, സെമനെ റിലീസ് ചെയ്യുക. അപ്പൊ സെമനെ റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു? വി ആർ വിഡ്രോയിങ്, ദ മെയിൽ ഇസ് വിഡ്രോയിങ് പെനിസ് ഫ്രം ദി വജൈന. വജൈനയിൽ നിന്ന് പെനിസിനെ വിഡ്രോ ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് കോൾഡ് എസ് കോയിറ്റസ് ഇന്ററപ്റ്റസ്. അപ്പൊ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറഞ്ഞാൽ ഓൺ ദി സെക്ഷൽ കോഴ്സ് അതിന്റെ എൻഡിലായിട്ടാണ് നമുക്ക് ഇജാക്കുലേഷൻ സംഭവിക്കുക. സോ ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ ഇഫ് യു ആർ വിഡ്രോയിങ് ദ പെനിസ് ഫ്രം ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്, ദിസ് ഇസ് കോൾഡ് എസ് കോയിറ്റസ് ഇന്ററപ്റ്റസ്. പിന്നെ നമുക്ക് വരുന്നതാണ് ലാക്ടേഷണൽ അമ്നോറിയ. ഫീമെയിൽസ് ഡെലിവറിക്ക് ശേഷം ഇൻറ്റൻസ് 6 month ലാക്ടേഷൻ പീരീഡിൽ, കുട്ടിക്ക് പാല് മാത്രം കൊടുക്കുന്ന 6 month ഓഫ് ഇൻറ്റൻസ് ലാക്ടേഷൻ പീരീഡിൽ ദേ ഹാവ് ഹൈ ലെവൽ ഓഫ് പ്രൊലാക്റ്റിൻ ഇൻ ദിയർ ബോഡി.
പ്രൊലാക്റ്റിൻ ഒരു പ്രശ്നമുണ്ട്. ഇതെന്ത് ചെയ്യും? ഓടിപ്പോയിട്ട് നമ്മുടെ ബോഡിയിൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിന്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യും. എങ്ങനെയാണ്? FSH-LH റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വിൽ ഇൻഹിബിറ്റ് എനി പ്രഗ്നൻസി ഡ്യൂറിങ് ലാക്ടേഷണൽ പീരീഡ്. അപ്പോൾ ലാക്ടേഷണൽ പീരീഡിൽ എന്താ സംഭവിക്കുക? എക്സസീവ് പ്രൊലാക്റ്റിൻ സെക്രീറ്റ് ചെയ്യും. പ്രൊലാക്റ്റിൻ ഓടിപ്പോയി മദറിന്റെ ഹൈപ്പോതലാമസിൽ നിന്ന് GnRH റിലീസ് ചെയ്യുന്നതും അതുവഴി FSH-LH റിലീസും പ്രിവെന്റ് ചെയ്യും. ആൻഡ് thereby of course avoid the whole process of getting pregnancy. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളുടെ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. എനി ഡൗട്ട്? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആയിരുന്നു. ഓവത്തിനെയും സ്പേമിനെയും മീറ്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക. ഇനി ഇതേ ഒരു കറക്റ്റ് കാര്യം തന്നെ ഓവവും സ്പേമും മീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമുക്ക് എന്തുള്ളത്? ബാരിയർ മെത്തേഡ്സ് ഉള്ളത്. ഇവിടെയും ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവം പ്രിവെന്റ് ചെയ്യും. സോ വി ആർ ഗോയിങ് ടു കീപ് സം ബാരിയേഴ്സ്. ആദ്യത്തെ ബാരിയർ ആണ് കോണ്ടം. മെയിൽ കോണ്ടവും ഉണ്ട്, ഫീമെയിൽ കോണ്ടവും ഉണ്ട്. മെയിൽ കോണ്ടം എന്ന് പറയുന്നത് മെയിലിന്റെ പെനിസിൽ വെയർ ചെയ്യുന്നതും ഫീമെയിലിന്റെ കോണ്ടം എന്ന് പറയുന്നത് ഫീമെയിലിന്റെ വെജൈനൽ ട്രാക്റ്റിൽ കീപ്പ് ചെയ്യുന്നതുമാണ്. So basically when the condom is used, when you undergo a sexual intercourse, the semen is never going to pass above cervix. cervixന് മുകളിലേക്ക് സെമൻ എൻ്റർ ചെയ്യത്തില്ല. ഇനി കോണ്ടത്തിന് പകരം ഫീമെയിൽസിന് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? റീയൂസബിൾ ആയിട്ടുള്ള സെർവൈക്കൽ ക്യാപ്പുകൾ, വോൾട്ടുകൾ, അല്ലെങ്കിൽ എന്ത് വെക്കാൻ പറ്റും? ഡൈഫ്രംസ് കീപ്പ് ചെയ്യാൻ പറ്റും. ഇത് സിലിക്കൺ വെച്ചിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ബേസിക്കലി ഇവരെന്താ ചെയ്യുന്നത്? ഫീമെയിൽസിന്റെ നമ്മളുടെ വജൈന കഴിഞ്ഞിട്ട് ആദ്യത്തെ യൂട്രസിന്റെ സ്റ്റാർട്ടിങ് ആയ സെർവിക്സിനെ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അങ്ങനെ സെർവിക്സിന് മുകളിലേക്ക് സ്പേമിന് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. And when you are using any of this diaphragm, cervical caps അല്ലെങ്കിൽ vault, നമ്മൾ അതിനോടൊപ്പം യൂസ് ചെയ്യുന്ന സാധനമാണ് സ്പെർമാസൈഡൽ ജെല്ലീസ് അല്ലെങ്കിൽ ക്രീം. ഇത് ഈ ഒരു കോൺട്രസെപ്റ്റീവിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. കാരണം ഏതെങ്കിലുമൊക്കെ സ്പേം നമ്മളന്ന് പറഞ്ഞു അല്ലേ, ഡൈഫ്രത്തിലൊക്കെ ഏതെങ്കിലും സ്പേം ഒക്കെ അവിടെ ഇങ്ങനെ തട്ടി നിൽക്കുകയാണെങ്കിൽ ഈ സ്പേമിനെയൊക്കെ ഈ സ്പെർമിസൈഡൽ ജെല്ലീസിനെ കില്ല് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ ആക്ച്വലി പ്രിവെന്റ് എനി അൺവാണ്ടഡ് പ്രഗ്നൻസി. അപ്പോൾ രണ്ട് മെത്തേഡ് പറഞ്ഞു, നാച്ചുറൽ മെത്തേഡും അതുപോലെ തന്നെ ബാരിയർ മെത്തേഡും. നാച്ചുറൽ മെത്തേഡിലാണെങ്കിൽ 3 മെത്തേഡ്സ് ആണ് വരുന്നത്: പീരിയോഡിക് അബ്സ്റ്റിനൻസ്, കോയിറ്റസ് ഇന്ററപ്റ്റസ്, ലാക്ടേഷണൽ അമ്നോറിയ. ആൻഡ് ഇൻ ബാരിയർ മെത്തേഡ് യു ഹാവ് കോണ്ടംസ്, ഡൈഫ്രം, സെർവൈക്കൽ ക്യാപ്പ് ആൻഡ് വോൾട്ട് ആൻഡ് സ്പെർമിസൈഡൽ ക്രീംസ് ആൻഡ് ജെല്ലീസ് യൂസ്ഡ് അലോങ് സൈഡ് ഇറ്റ്. ഇനി ഇത് രണ്ടും കഴിഞ്ഞ ഉടനെ IUDs സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ മിസ് ഒരു 2 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഇവിടെ the first question is, so when you are relying on natural contraceptive method, okay, on the first method, periodic abstinence, there is high chance of failure for this particular method of contraception. Why? എങ്ങനെയാണ് പീരിയോഡിക് അബ്സ്റ്റിനൻസ് എന്ന് പറയുന്ന നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ ഫെയിൽ ആവാനുള്ള റീസൺ എന്താണ്? മക്കളെ, പീരിയോഡിക് അബ്സ്റ്റിനൻസ് പോലുള്ള നാച്ചുറൽ മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ ഫെയിൽ ആവാനുള്ള റീസൺ എന്താണ്? ഡിലേയിങ് ഓഫ് ഓവുലേഷൻ ഡിലേ ആവുന്നതിലോ നമ്മുടെ ഹോൾ പീരീഡ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലെ ഹോൾ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഡിസ്റപ്ഷൻ ഉണ്ടെങ്കിലോ ദിസ് മെത്തേഡ് ക്യാൻ ഫെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the only contraceptive method which can actually prevent you from getting STIs? STIs prevent ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഏതാണ്? കോണ്ടംസ് മാത്രമാണ്. ബിക്കോസ് ദർ ഇസ് നോ ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് പെനിസ് വിത്ത് വജൈന. അപ്പോൾ അവിടെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് സ്പേം വിത്ത് എന്തില്ല? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇല്ല. സോ ഇറ്റ് ക്യാൻ ഈവൻ പ്രിവെന്റ് ഫ്രം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. അപ്പോൾ ഇനി നമ്മൾ ആദ്യത്തെ 2 കോൺട്രസെപ്റ്റീവ് മെത്തേഡ് കഴിഞ്ഞ് മൂന്നാമത്തേലേക്ക് കടക്കുകയാണ്, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്.
ആക്ച്വലി ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഒരിക്കലും ഒരു പേഴ്സൺ ആസ് സച്ച് സെൽഫ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഇവിടെ യൂട്രസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, IUDസിനെ കീപ്പ് ചെയ്യുക. സോ യു സി, ഇതാണ് സെർവിക്സ്. ഈ സെർവിക്സിനകത്തൂടെ IUD എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, യൂട്രൈൻ ക്യാവിറ്റി എന്ന് പറയുന്ന സ്പേസിലേക്ക് കീപ്പ് ചെയ്യും. ആൻഡ് ദീസ് IUDs, മോസ്റ്റ്ലി എനി IUD ഇഫ് യു ടേക്ക്, അതിൻ്റെ മേജർ മെക്കാനിസം ഓഫ് ആക്ഷൻ ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ഇൻക്രീസ് ചെയ്യുക. IUD കൊണ്ട് വെച്ചോ, അവിടെ നേരെ WBC സെൽസ് ഒരുപാട് വന്ന് അണിനിരന്നിരിക്കും. ആൻഡ് വെനെവർ എ സ്പേം എൻറ്റേഴ്സ് ഇൻ ടു ദി യൂട്രസ്, ദീസ് neutrophil cells will come and attack the sperm. എന്നാൽ we have actually 3 types of IUDs. 3 തരാനുള്ളത്. നോൺ മെഡിക്കേറ്റഡ് IUD ഉണ്ട്, കോപ്പർ റിലീസിങ് IUD ഉണ്ട്, ഹോർമോൺ റിലീസിങ് IUD ഉണ്ട്. നോൺ മെഡിക്കേറ്റഡ് IUD എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവർ പ്ലാസ്റ്റിക് ആയിരിക്കും. ലിപ്പീസ് ലൂപ്പൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരിക. ഇവരെന്താ ചെയ്യുക, നമ്മുടെ സ്പേമിൻ്റെ ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യുക. കാരണം യൂട്രസിൽ ഒരു ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിറയെ neutrophil cells ഇരിക്കും. ആൻഡ് whenever the sperm is entering, it is going to eat the sperm away. ഇനി കോപ്പർ റിലീസിങ് ആണെങ്കിലോ അവർ കോപ്പർ റിലീസ് ചെയ്യും. അതിന് എക്സാമ്പിൾസ് ആണ് കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. ഇവരൊക്കെ ഡിഫറെൻറ്റ് കോപ്പർ റിലീസിങ് IUDs ആണ്. ബേസിക്കലി കോപ്പർ അയണിന് ഒരു പ്രത്യേകതയുണ്ട്, അവർക്ക് സ്പേമിൻ്റെ മൂവ്മെൻറ്റ്, മോട്ടിലിറ്റിനെയും അതിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിനെയും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഡു കോപ്പർ റിലീസിങ് IUDs do? They release copper and the copper ions will reduce the motility and fertilizing capacity of sperm. പിന്നുള്ളതാണ് ഹോർമോൺ റിലീസിങ് IUDs. ഹോർമോൺ റിലീസിങ് IUDs ഹോർമോണിനെ റിലീസ് ചെയ്യും. നമുക്കറിയാം ഇവർ പ്രൊജസ്ട്രോൺ ഹോർമോണിനെയാണ് മോസ്റ്റ്ലി റിലീസ് ചെയ്യുന്നത്. ആൻഡ് പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യുക, നമ്മളുടെ ഹോൾ സെർവിക്സിനെയും യൂട്രസിനെയും അൺസ്യൂട്ടബിൾ ആക്കി മാറ്റും. എന്തിനു വേണ്ടി? ഫെർട്ടിലൈസേഷന്. എങ്ങനെയാണ് ചെയ്യുക? യൂട്രസിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആക്കി, യൂട്രസിനെ ഭയങ്കര തിക്കാക്കിയിട്ട് ഇറ്റ് മേക്ക് ഇറ്റ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. വേറാസ് സെർവിക്സിനെ ആണെങ്കിൽ അവിടെ സെർവിക്സിൻ്റെ അവിടെ ഒരു മ്യൂക്കസിൻ്റെ പ്ലഗ് ഉണ്ടാക്കി വെച്ചിട്ട് സ്പേമിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യും. So what it do is, it makes cervix hostile for the sperm. അവിടെ മ്യൂക്കസ് ഒരു തിക്കാക്കി കൊണ്ട് വെച്ചിട്ട് സ്പേമിനെ എൻട്രി ചെയ്യാതിരിക്കാനാക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആക്കി മാറ്റും. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് IUDs ആൻഡ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 IUDക്കും 3 മെക്കാനിസം ഓഫ് ആക്ഷൻ ആണെന്ന് മക്കൾ ആലോചിക്കണം. അപ്പോൾ IUD വെക്കുന്നത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ എക്സ്പെർട്ട് നഴ്സ് ടു ദി യൂട്രസ് ആണ്. ബേസിക്കലി അത് എന്ത് ചെയ്യും, ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ഇൻക്രീസ് ചെയ്യും. അതിൽ തന്നെ നോൺ മെഡിക്കേറ്റഡ് ലിപ്പീസ് ലൂപ്പൊക്കെ ഫാഗോസൈറ്റോസിസ് മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ. കോപ്പർ റിലീസിങ് ആണെങ്കിൽ കോപ്പർ അയോണിനെ റിലീസ് ചെയ്തുകൊണ്ട് സ്പേമിൻ്റെ മോട്ടിലിറ്റിയും ഫെർട്ടിലൈസിങ് കപ്പാസിറ്റിയും കുറയ്ക്കും. ആൻഡ് ഹോർമോൺ റിലീസിങ് ആണെങ്കിൽ അത് ഹോർമോൺസിനെ റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ യൂട്രസിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആക്കും, സെർവിക്കൽ മ്യൂക്കസിനെ തിക്കാക്കും. ആൻഡ് ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ഹോസ്റ്റൈൽ ഫോർ ദ സ്പേം ടു എൻറ്റർ. ഓക്കെ ഗൈസ്, ആൻഡ് എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോപ്പർ റിലീസിങ് കോപ്പർ T, കോപ്പർ 7 മൾട്ടിലോഡ് 375, ആൻഡ് ഹോർമോൺ റിലീസിങ് ഇറ്റ് ഈസ് പ്രൊജസ്റ്റാസേർട്ട് ആൻഡ് LNG20. ഓക്കെ, അപ്പോൾ ദാ ഒരു കുഞ്ഞ് ക്വസ്റ്റ്യൻ വരികയാണ് ഫ്രം ദ IUD. ഗിവ് മീ എക്സാമ്പിൾ ഓഫ് ഹോർമോൺ റിലീസിങ് IUD. ജസ്റ്റ് ഹോർമോൺ റിലീസിങ് IUDയുടെ എക്സാമ്പിൾ തരാം. ഹോർമോൺ റിലീസിങ് IUDയുടെ എക്സാമ്പിൾ പറയാം. Yes, very good. Progestasert and LNG20 are examples of hormone releasing IUDs. അങ്ങനെ നമ്മൾ IUDs കഴിഞ്ഞ് അടുത്ത് പോകുന്നതാണ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്. ബേസിക്കലി ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽ എന്ന് പറയുമ്പോൾ ഹോർമോൺ പില്ലും നോൺ ഹോർമോൺ പില്ലും ഉണ്ട്. ആദ്യം നമ്മൾ പഠിക്കുക ഹോർമോൺ പിൽസ് ആണ്. മാല D, മാല N എന്നൊക്കെ പറയുന്ന
ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ പില്ലുകളോ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഒള്ളി പില്ലുകളോ ആണ്. ഈ പില്ലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ കഴിക്കുന്ന ഒരു ഡ്യൂറേഷനാണ്. പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുക അഥവാ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്താൽ മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്ത് 5th ഡേയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുക. 5th ഡേ ടു 21 ഡേയ്സ് കണ്ടിന്യൂസ് കഴിക്കുക. 21st ഡേ സ്റ്റോപ്പ് ചെയ്യുക. After which you will get the menstrual cycle, next menstrual cycle, and 7 days കഴിഞ്ഞ് വെച്ച് again you will restart with the medicine. So എങ്ങനെയാണ് ഓറൽ കോൺട്രസെപ്റ്റീവ് കഴിക്കുക? ഈ ഡേ ഇമ്പോർട്ടൻ്റ് ആണ്. 5th ഡേ ഓഫ് മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു, 21 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, 21 ഡേയ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു, 7 ഡേയ്സ് ഇൻ്റർവെൽ കഴിയുമ്പോഴത്തേക്കും റീസ്റ്റാർട്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഹൗ യു ടേക്ക് ദ ഓറൽ കോൺട്രസെപ്റ്റീവ്. ആൻഡ് ഹൗ ഡു ഓറൽ കോൺട്രസെപ്റ്റീവ് ഗിവ് യു കോൺട്രസെപ്ഷൻ? 3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആദ്യ 2 കാര്യങ്ങൾ IUDs ചെയ്യുന്നത് തന്നെയാണ്. ഹോർമോൺ റിലീസിങ് IUD ചെയ്യുന്ന പോലെ യൂട്രസിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആക്കുക, സെർവൈക്കൽ മ്യൂക്കസിനെ എന്താക്കുക, തിക്കാക്കുക, അങ്ങനെ സ്പേം എൻട്രി പ്രിവെന്റ് ചെയ്യുക. ബട്ട് 3ാമത്തെ ക്രൂഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇറ്റ് ക്യാൻ ഈവൻ പ്രിവെന്റ് ഓവുലേഷൻ. ഫീമെയിൽസിന്റെ ഓവുലേഷനെ പ്രിവെന്റ് ചെയ്യാനും ഹോർമോൺ റിലീസിങ് IUDsന് പറ്റും. ബൈ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് അവരത് ചെയ്യുക. Okay, by negative feedback mechanism they can actually prevent എന്താണ് ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ എലോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ ടാബ്ലറ്റ്സ് ആണ്. നമ്മൾ സാധാരണയായിട്ട് പിൽസിന് 21 ഡേയ്സ് ആണ് എടുക്കുന്നത്. ഫ്രോം ദ ഫസ്റ്റ് 5 ഡേയ്സ് കഴിക്കത്തില്ല. ആഫ്റ്റർ വിച്ച് യു വിൽ സ്റ്റാർട്ട് ഇറ്റ്. പിന്നെ 7 ഡേയ്സ് ഗ്യാപ്പിൽ പിന്നെയും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. വാട്ട് ഇറ്റ് ഡു? ഇറ്റ് ഇൻഹിബിറ്റ് ഓവുലേഷൻ, ഇംപ്ലാന്റേഷൻ ഇൻഹിബിറ്റ് ചെയ്യും, ഓൾസോ തിക്കൻസ് ദി സെർവൈക്കൽ മ്യൂക്കസ് സോ ആസ് ദി സ്പേം എൻട്രി ഈസ് പ്രിവെന്റഡ്. ആൻഡ് ദേ ഹാവ് ഈവൻ ഇഫ് നമ്മൾ കുറച്ച് സൈഡ് എഫക്റ്റേ ഉള്ളൂ എന്ന് പറയുന്നെങ്കിലും ആക്ച്വലി ദേ ആർ ദ ഒൺലി തിങ്സ് വിച്ച് ഹാവ് സൈഡ് എഫക്ട്സ്. നമുക്ക് പറയാം ഫീമെയിൽസ് കഴിക്കുമ്പോൾ ദേ ആർ ഹോർമോൺസ്. സോ ബേസിക്കലി ദേ കോസ് ഹോർമോണൽ ഇംബാലൻസ് ഇൻ ദ ഫീമെയിൽസിന് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കുക, ഫീമെയിൽസിന് ഹോർമോൺസിന് ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, അവർക്ക് ഇൻ ബിറ്റ്വീൻ ബ്ലീഡിങ്ങുകൾ ഉണ്ടാവുക, അന്നേരം ഈ മെൻസ്ട്രുവൽ പീരീഡ് അല്ലാത്ത സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുക. Also ഫീമെയിൽസിന് ബ്രസ്റ്റ് ക്യാൻസർ വരെ ഓൺ long term use also we can say on it is one of a rare condition എങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ വരെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളവയാണ് നമ്മളുടെ ഹോർമോൺ റിലീസിങ് IUDs. ഇനി ഹോർമോൺ റിലീസിങ് ഇല്ലാത്ത ഒരു ഓറൽ കോൺട്രസെപ്റ്റീവ് ഉണ്ട്. ഇത് സ്ഥിരമായിട്ട് നമ്മളടുത്ത് ചോദിക്കും, വിച്ച് ഇസ് സഹേലി. ഈ സഹേലി എന്ന് പറയുന്ന നോൺ ഹോർമോണലായ നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള ഏതാണ് ഓറൽ കോൺട്രസെപ്റ്റീവ് ശരിക്കും കണ്ടുപിടിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CDRI ലക്നോ ആണ് കണ്ടുപിടിക്കുക. ഇത് നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ once in a week കഴിച്ചാൽ മതി. ഡെയിലി കഴിക്കേണ്ട, once in a week പില്ലാണ് ആൻഡ് ദ ലീസ്റ്റ് സൈഡ് എഫക്റ്റ് ഉള്ള പിൽസ് ആണ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഓറൽ കോൺട്രസെപ്റ്റീവിൽ വിച്ച് ആർ ദ ഓറൽ കോൺട്രസെപ്റ്റീവ്സ്, ഹൗ ഡു ദേ ഇൻഹിബിറ്റ് അല്ലെങ്കിൽ ഹൗ ഡു ദേ പ്രിവെന്റ് പ്രഗ്നൻസി ആൻഡ് എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. ഹൗ ഡു യു ടേക്ക് ഇറ്റ് ആൻഡ് ഫൈനലി നോൺ സ്റ്റിറോയിഡൽ നോൺ ഹോർമോണൽ ഓറൽ കോൺട്രസെപ്റ്റീവ് ഏതാണെന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ മക്കളെ? Now before we move to injections and implants, one questions from oral contraceptive. ഇത്രയേ ഉള്ളൂ. So you take oral contraceptives like സഹേലി. സഹേലിനെ നമ്മൾ എപ്പോഴാണ് കഴിക്കേണ്ടത്? സോ സഹേലിയുടെ ഡ്യൂറേഷൻ ഓഫ് ടേക്കിംഗ് ദ മെഡിസിൻ സഹേലി എങ്ങനെയാണ്? ഓർ ഫ്രീക്വൻസി ഓഫ് ടേക്കിംഗ് മെഡിസിൻ സഹേലി എങ്ങനെയാണ്? യെസ്, ഇറ്റ്സ് എ വൺസ് ഇൻ എ വീക്ക് പിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓറൽ കോൺട്രസെപ്റ്റീവിൽ ഹോർമോണൽ നോൺ ഹോർമോണൽ എടുക്കാനുള്ള ടൈം ഡ്യൂറേഷൻ ഡിഫറെൻ്റ് ആണ്, മെക്കാനിസം ഓഫ് ആക്ഷനും ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഫൈനലി വി ഗോ ടു ഇഞ്ചക്ഷൻസ് ആൻഡ് ഇംപ്ലാന്റ്സ്. ബേസിക്കലി ഇഞ്ചക്ഷൻസും ഇംപ്ലാന്റ്സും പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻസ് ആണ്. ഇത് പക്ഷേ നമ്മളിപ്പോൾ ഇംപ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ വെക്കുന്ന ചെറിയ ചെറിയ ട്യൂബുകളാണ്, മെഡിക്കേറ്റഡ് ട്യൂബ്സ് ആണ്. അതുപോലെ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാഡെർമൽ, സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ വെക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ്. ഈ ഇഞ്ചക്ഷൻ ആവട്ടെ ഇംപ്ലാന്റ് ആവട്ടെ ഇതിൽ നിന്ന് പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻ
ലോങ് ഡ്യൂറേഷനിലേക്ക് ബ്ലഡിലേക്ക് കുറച്ചായിട്ട് ലീക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലീക്ക് ചെയ്ത് വരും. ഇപ്പം നമ്മൾ എൻവയോൺമെന്റ് ഒറ്റ ദിവസം കാർ ഓടിച്ചത് കൊണ്ടല്ലല്ലോ നമുക്ക് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാവുന്ന. ഒരു ദിവസം കുറച്ച് കാർബൺ മോണോക്സൈഡ് പോവും, അങ്ങനെ കുറേ ദിവസം ആകുമ്പോൾ എൻവയോൺമെന്റ് ഡേർട്ടി ആവും. അതുപോലെ ഇവിടെയും നമ്മൾ വെച്ച് ഇംപ്ലാന്റിലെ മെഡിസിൻ ആസ് സച്ച് ബ്ലഡിലേക്ക് ഒരു ദിവസം പോവില്ല. ഓവർ ടൈം അത് ലീച്ച് ചെയ്താണ് പോകുന്നത്. ആക്ച്വലി ഇവന് നമുക്കൊരു 2 to 3 years കോൺട്രാസെപ്ഷൻ തറ്റാൻ പറ്റുന്ന കോൺട്രാസെപ്റ്റീവ്സ് ആണ് ഇഞ്ചെക്ഷൻസും ഇംപ്ലാന്റ്സും. അപ്പോൾ ഇഞ്ചെക്ഷൻസ് ഇംപ്ലാന്റ്സും ക്ലിയർ അല്ലേ? പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ കോമ്പിനേഷൻസ് ആർ യൂസ്ഡ് ബൈ ഫീമെയിൽ ആസ് ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ ഇംപ്ലാന്റ് അണ്ടർ ദ സ്കിൻ. ദിസ് മോഡ് ഓഫ് ആക്ഷൻ ഇസ് സിമിലർ ടു ദ പിൽസ് പോലെയാണ്, എഫക്റ്റീവ് ഓവർ എ ലോങ് ടൈം. നൗ ഇതിന് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദർ ഇസ് എമർജൻസി കോൺട്രസെപ്റ്റീവ്സ്. ആക്ച്വലി നമ്മൾ ആഫ്റ്റർ കോയിറ്റസ് എടുക്കുന്ന കോൺട്രസെപ്റ്റീവ്സിനെയാണ് എമർജൻസി കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയുക. സോ കോയിറ്റസ് ഹാപ്പൻ ചെയ്തു, നൗ യു ഹാവ് ടു പ്രിവെന്റ് ആൻ അൺവാണ്ടഡ് പ്രഗ്നൻസി. യു ഹാവ് ടു ടേക്ക് എ മെഡിസിൻ വിത്തിൻ 72 hours ഓഫ് ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞ് വിത്തിൻ 72 hours നമ്മൾ ഈ മെഡിസിൻ എടുക്കണം. They can be either oral contraceptives ആവാം, ഹോർമോണൽ പിൽസ് ആവാം ലൈക്ക് ഐ പിൽസ്, അല്ലെങ്കിൽ ഈവൻ IUDs വെച്ച് കഴിഞ്ഞാലും സെയിം എഫക്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി either യുവർ IUDs അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി യുവർ ഐ പിൽസ് ലൈക്ക് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്. അപ്പോൾ ഇത്രയും പറയുമ്പോഴേക്കും നമ്മുടെ ഡിഫറെൻറ്റ് റിവേഴ്സിബിൾ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ കഴിഞ്ഞു. നാച്ചുറൽ മെത്തേഡ് പഠിച്ചു, ബാരിയർ മെത്തേഡ് പഠിച്ചു, IUDs പറഞ്ഞു, ഓറൽ കോൺട്രസെപ്റ്റീവ്സ് പറഞ്ഞു, ഇഞ്ചക്ഷൻസ് ഇംപ്ലാന്റ്സ് പറഞ്ഞു, ആൻഡ് എമർജൻസി കോൺട്രസെപ്റ്റീവ് പറഞ്ഞു. ഇനി നമുക്ക് ആകെയുള്ളത് ഇറിവേഴ്സിബിൾ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് റിവേഴ്സ് ദ കണ്ടീഷൻ ബാക്ക്, ആൻഡ് ദേ ആർ സർജിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്. ഓക്കെ, സർജിക്കൽ മെത്തേഡിൽ 2 മെത്തേഡ്സ് ആണുള്ളത്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് പറയണ്ട. ദിസ് ഇസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഇതിലെ വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നതിനാണ് വാസെക്ടമി എന്ന് പറയും. ആൻഡ് ലൈക്ക് വൈസ് ഫീമെയിൽസിന്റെ ഫെലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നതിനെയാണ് ട്യൂബെക്ടമി എന്ന് പറയാം. സോ വെൻ യു ഡു വാസെക്ടമി, ഇജാക്കുലേറ്റ് ചെയ്യുന്ന മെയിലിന്റെ സെമനിൽ എന്ത് കാണില്ല? സ്പേം കാണില്ല. ലൈക്ക് വാസ് ആഫ്റ്റർ ട്യൂബെക്ടമി ഫീമെയിലിന്റെ ഓവത്തിനും നമ്മുടെ സ്പേമിന് മീറ്റ് ചെയ്യാൻ ഒരു സ്പേസ് ഇല്ല. കാരണം ഇവിടെ ഓവം റിലീസ് ചെയ്ത് ഇവിടെ ആയിരിക്കും ഓവം കിടക്കുക, സ്പേമിന് ഇവിടെ വന്ന് ഇവിടെ ചാടിക്കിടക്കാനൊന്നും പറ്റില്ല. ബേസിക്കലി സ്പേം ആൻഡ് ഓവം ഈസ് പ്രിവെന്റഡ് ഫ്രം മീറ്റിംഗ്. സോ ദീസ് 2 ആർ ഹൈലി എഫക്റ്റീവ് കോൺട്രസെപ്റ്റീവ് ആണ്, പക്ഷേ റിവേഴ്സിബിലിറ്റി ഭയങ്കര പുവറാണ്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വൺ ഓഫ് എൻ ഏരിയ ആണ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുക. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു സം ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കേടാ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Male partner withdraws penis from vagina just before ejaculation and coitus interruptus. Correct ആണ്. Lactational amenorrhea. Ovulation will happen during the whole period of lactation. No. Ovulation prevent ചെയ്യും അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. ഹോർമോൺ റിലീസിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യും. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. സെലക്ട് ദി ട്രൂ ആൻഡ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. Use of condom have increased in recent year due to its additional benefit of protecting the user from STI. True ആണ് അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ അപ്പോഴേ ഞാനങ്ങ് കട്ട് ചെയ്യും. ഡയഫ്രം ഈസ് എ റീയൂസബിൾ ബാരിയർ. ട്രൂ ആണ്.
അപ്പോൾ നെക്സ്റ്റ് ഫാൾസ് ഒന്നുമില്ല. വോൾട്ട് ആൻഡ് സെർവൈക്കൽ ക്യാപ്സ് ആർ യൂസ്ഡ് ബൈ ഫീമെയിൽസ് ഒൺലി. ട്രൂ ആണ്. അപ്പോൾ ഇത് രണ്ടും പോയി. ഒൺലി ആൻസർ 3 വരത്തുള്ളൂ. സ്പെർമിസൈഡൽ ക്രീംസ് ആൻഡ് ജെല്ലീസ് കൺസ്യൂംഡ് ബൈ മെയിൽ കൺസ്യൂം ചെയ്യുന്നതല്ല, ഫീമെയിൽസ് അവരുടെ വജൈനൽ ട്രാക്റ്റിൽ കീപ്പ് ചെയ്യുന്നതാണ് എലോങ് സൈഡ് ഡയഫ്രംസ് ആൻഡ് ഓൾ, സോ ദാറ്റ് ദ സ്പേം ക്യാൻ ബി കിൽഡ്. അല്ലാതെ മെയിൽസ് എടുത്ത് കഴിച്ചിട്ട് മെയിൽസ് സ്പേമിനെ കില്ല് ചെയ്യുന്നതല്ല സ്പെർമിസൈഡൽ ക്രീം. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻട്രായൂട്രൈൻ ഡിവൈസ്? എസ് കല്യാൺ. കറക്റ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻട്രായൂട്രൈൻ ഡിവൈസ്? പ്രൊജസ്റ്റാസേർട്ട് ഇൻട്രായൂട്രൈൻ ഡിവൈസ് ആണ്. പ്രൊജസ്ട്രോൺ ഇൻട്രായൂട്രൈൻ ഡിവൈസ് അല്ല. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ ഹോർമോൺ. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. LNG is used by a female before intercourse. It is likely to. LNG നമ്മൾ ബിഫോർ ഇന്റർകോഴ്സ് യൂസ് ചെയ്യുന്നു. അത് എന്ത് ചെയ്യും? വാട്ട് ഈസ് എ മെക്കാനിസം ഓഫ് ആക്ഷൻ? Yes, it will make the uterus unsuitable for implantation and cervix hostile to the sperm. ഉറപ്പായും അത് യൂട്രസിനെ അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ അൺസ്യൂട്ടബിൾ ആക്കും. ആൻഡ് എന്ത് ചെയ്യും? സെർവിക്സിനെ ഹോസ്റ്റൈൽ ടു ദ സ്പേം ആക്കി മാറ്റും. So that is the mechanism of action. Answer is first option. Question number 10. Which one of the following is the correct combination of copper releasing IUDs? എക്സാമ്പിൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കോപ്പർ റിലീസിങ് IUDs ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കോപ്പർ T, കോപ്പർ 7, LNG 20 ഇല്ല. ഹോർമോൺ റിലീസിംഗ് ആണ്. പ്രൊജസ്റ്റാസേർട്ട് തന്നെ ഹോർമോൺ റിലീസിംഗ് ആണ്. ഇവിടെ പ്രൊജസ്റ്റാസേർട്ട് കൊടുത്തിട്ടുണ്ട്. ഹിയർ കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ, now question number 11. Working principle of sterilization method is? സർജിക്കൽ മെത്തേഡ്സിനെയാണ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയുക. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഇറ്റ്? ആൾട്ടർ ദ ക്വാളിറ്റി ഓഫ് സർവൈക്കൽ മ്യൂക്കസ്? നോ. സപ്രസ് സ്പെർം മോട്ടിലിറ്റി? നോ. ബ്ലോക്ക് ദ ഗാമേറ്റ് ട്രാൻസ്ഫർ ആൻഡ് പ്രിവെന്റ് കൺസെപ്ഷൻ? ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. അല്ലെ, ബ്ലോക്ക് ചെയ്യും, ഗാമേറ്റ് ട്രാൻസ്ഫറിനെ ബ്ലോക്ക് ചെയ്യും, ദെയർബൈ കൺസെപ്ഷനെ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് വാസെക്ടമി? നോക്കിയാലോ. നോ സ്പേം ഒക്കർ ഇൻ സെമിനൽ ഫ്ലൂയിഡ്. കറക്റ്റാണ്. സ്പേം ഒന്നും തന്നെ സെമിനൽ ഫ്ലൂയിഡിൽ കാണില്ല. സ്പേം ഒക്കേഴ്സ് ഇൻ എപ്പിഡൈഡമിസ്. എപ്പിഡൈഡമിസിൽ സ്പേം കാണും. വാസ ഡിഫറൻസ് ഈസ് കട്ട് ആൻഡ് ടൈറ്റ്. കറക്റ്റാണ്. ടെമ്പററി കോൺട്രസെപ്റ്റീവ് അല്ല, ഇറ്റ് ഈസ് എ പെർമനന്റ് മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ. അല്ലേ, ഇറ്റ്സ് എ പെർമനന്റ് മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. Now moving on to the next question. Which of the following contraceptive method do not involve the role of hormones? Methods do involve the role of hormones. Hormones വരുന്നത് ഏതിലൊക്കെയാണ്?
Lactational amenorrhea, pills, emergency contraceptives. Lactational amenorrhയിലും ഹോർമോൺ വരുന്നുണ്ട്, പിൽസിലും വരുന്നുണ്ട്, എമർജൻസി കോൺട്രാസെപ്റ്റീവിലും വരുന്നുണ്ട്. ബാരിയർ മെത്തേഡിൽ ഹോർമോൺസ് ഇല്ല, കോപ്പർ റിലീസിംഗിൽ ഹോർമോൺസ് ഇല്ല. ഹിയർ ബാരിയർ മെത്തേഡിൽ ഹോർമോൺസ് ഇല്ല. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ? ഫസ്റ്റ് ഓപ്ഷനിലാണ് നമുക്ക് ലാക്ടേഷണൽ അമ്നോറിയയിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് റിയലി എന്തിന് കാരണമായിട്ട് മാറുന്നത്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാക്ടേഷണൽ അമ്നോറിയയ്ക്ക് റീസൺ ആയിട്ട് വരുന്നത്. സോ ഇൻ ദീസ് 3 കണ്ടീഷൻ ഹോർമോൺ ഈസ് ഇൻവോൾവ്. നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആൻഡ് ആർട്ട് പ്രൊസീജിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നമുക്കറിയാം. അബോഷൻ, ഇൻഡ്യൂസ്ഡ് അബോഷൻ ആണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഒരു ഫുൾ ടേം ആവുന്നതിന് മുമ്പ് ഗസ്റ്റേഷണൽ പീരീഡിൽ വെച്ച് കുട്ടീനെ അബോർട്ട് ചെയ്ത് കളയാം. ഇത് മെഡിക്കലി അസിസ്റ്റഡ് ആയിരിക്കും, നാച്ചുറൽ ആയിട്ട് നടക്കുന്നതല്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡൊന്നും അല്ല. ബട്ട് എഫക്റ്റീവ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ 4.5 to 5.5 മില്യൺ അബോഷൻസ് ആണ് ഒരു ഇയറിൽ നടക്കുക. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് നമ്മൾ കൺസീവ് ചെയ്യുന്നതിൽ 1/5 ഓഫ് ദ കൺസീവ്ഡ് പ്രഗ്നൻസീസും അബോർട്ടഡ് ആയിട്ട് പോവുകയാണ്. ഇങ്ങനെ അബോഷൻസ് അത്ര അമ്മയ്ക്ക് നല്ലതാണോ എന്ന് വെച്ചാൽ അമ്മയുടെ ഹെൽത്തിന് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല. എങ്കിൽ തന്നെയും ഇന്ത്യ 1971 അബോഷൻസിനെ ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 മാസത്തിനുള്ളിലാണെങ്കിൽ ഏതൊരു സ്ത്രീക്കും അബോഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അക്കോർഡിംഗ് ടു റൂൾ. അതൊരു റേപ്പ് വഴിയാവട്ടെ, കാഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സ് വഴിയാവട്ടെ, അല്ലെങ്കിൽ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ആവട്ടെ, അല്ലെങ്കിൽ അമ്മയ്ക്കോ കുട്ടിക്കോ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ ഉണ്ട് എന്നുള്ള കേസിലാവട്ടെ, എനി കേസ് ഇഫ് യു ഡു നോട്ട് വാണ്ട് ടു കണ്ടിന്യൂ ദ പ്രഗ്നൻസി യു ക്യാൻ ഗോ ഫോർ അബോഷൻ. എന്നാൽ അത് സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ഈസ് വെരി റിസ്കി. അതുകൊണ്ട് തന്നെ 2 മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ, ഓതറൈസ്ഡ് സിഗ്നേച്ചറിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് അബോഷൻസ് നടത്താൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ഇറ്റ്. ദാറ്റ് ഈസ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ടേം ആവുന്നതിന് മുമ്പ് അബോർട്ട് ചെയ്യുന്നതിനാണ്. 45 to 50 മില്യൺ അബോഷൻസ് ആണ് ഒരു വർഷം നടക്കുന്നത്. ദാറ്റ് ഈസ് 1/5 ഓഫ് ദ ടോട്ടൽ പ്രഗ്നൻസീസ്. 1971 ഇന്ത്യ ലീഗലൈസ് ചെയ്യുന്നത്, ബൈ വിച്ച് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ദാറ്റ് ഈസ് ഡ്യൂ ടു കാഷ്വൽ സെക്ഷൽ ഇന്റർകോഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ റേപ്പ് കേസസ് ആവാം, ഈവൻ മദർ അല്ലെങ്കിൽ ചൈൽഡിന് ഹാംഫുൾ ആണ് പ്രഗ്നൻസി. ഈ കേസിലെല്ലാം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈസി ആയിട്ട് ചെയ്യാം. എന്നാൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഇത് ഭയങ്കര റിസ്കി ആണ്. അതിൽ നമുക്ക് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണയായി ഡോക്ടേഴ്സ് അപ്രൂവ് ചെയ്യുള്ളൂ. 2 ഡോക്ടേഴ്സിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് ട്രൈമസ്റ്റർ അബോഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നൗ അടുത്തതാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. നമുക്കറിയാം ദർ ആർ ഡിഫറെൻറ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ബാക്ടീരിയൽ, വൈറൽ, then you have protozoal. ഇതിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വിച്ച് ഇസ് അതർവൈസ് കോൾഡ് ആസ് വെനീറൽ ഡിസീസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഇതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എന്നാൽ നോൺ ക്യൂറബിൾ ആയി 3 STDs ഉണ്ട്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് എയ്ഡ്സ്, നിങ്ങൾക്കറിയാം. രണ്ടാമത് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ. ആൻഡ് മൂന്നാമത് ജെനീഷ്യൽ ഹെർപ്പിസ്. അപ്പോൾ 3 എണ്ണമാണ് ഇൻക്യൂറബിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. വിച്ച് ആർ ഇൻക്യൂറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഹെപ്പറ്റൈറ്റിസ് ബി, ജെനീഷ്യൽ ഹെർപ്പിസ് ആൻഡ് എയ്ഡ്സ്. ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ സെക്ഷൽ ട്രാൻസ്മിഷൻ അല്ലാതെ അതർ മോഡ് വഴിയും സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന STIs ഉണ്ട്. അതിന് എക്സാമ്പിളാണ് എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസ് ബിയും. കാരണം നിങ്ങൾക്കറിയാം ഇഞ്ചക്ഷൻ നീഡിൽസ് ഷെയർ ചെയ്താലോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയോ ഒക്കെ എയ്ഡ്സ് നമുക്ക് വരാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് മാത്രമാണ് പക്കാന്ന് പറയാൻ പറ്റില്ല. ഓൾസോ ദർ ആർ സം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, അത് വൈറൽ ആയിട്ടുള്ള വൈറസ് വഴി ഉണ്ടാവുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഹെപ്പറ്റൈറ്റിസ് ബി ആവട്ടെ, ഹെർപ്പിസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എയ്ഡ്സ് ആവട്ടെ, ജെനീഷ്യൽ വാർഡ്സ് ആവട്ടെ, ഇതൊക്കെ വൈറൽ ആയിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. ഇനി STIസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇത് അഫക്റ്റ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് നിങ്ങളെല്ലാം ഞെട്ടിക്കും.
കാരണം അഡോളസൻസ് 15 to 24 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ STIs ഉള്ളത്. STIs നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ ഭയങ്കര അസിംറ്റമാറ്റിക് ആയിരിക്കും. ചില ആൾക്കാർക്ക് ചെറിയ ഇച്ചിങ്ങോ ഫ്ലൂയിഡ് ഡിസ്ചാർജോ ഒക്കെ ഉണ്ടാവുള്ളൂ, വലിയ കണ്ടീഷൻസ് ഒന്നും കാണില്ല. ബട്ട് ഇഫ് യു നെഗ്ലെക്റ്റ് ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ഗോ ടു കോംപ്ലിക്കേഷനിലാണ് ഈ പെൽവിക് റീജിയൻ ഫുൾ ഇൻഫ്ലമേഷൻ ആവുക, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റിൽ ബർത്ത് ഉണ്ടാവുക, അബോർഷൻസ് ഉണ്ടാവുക, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവുക, വിച്ച് ക്യാൻ ഓൾ ബി എ റീസൺ ഓഫ് നോൺ ട്രീറ്റഡ് STIs. അപ്പോൾ ഇത്രയേ ഉള്ളൂ STIs ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. നോൺ ക്യൂറബിൾ ഇല്ല കല്യാൺ, ദർ ഇസ് നത്തിങ് ആഡഡ് എക്സ്ട്രാ ടു ദിസ് ഇയർ. ഇതുവരെയായിട്ട് സിലബസ് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൽ നോൺ ക്യൂറബിൾ STIs ഏതൊക്കെയാണെന്ന് അറിയാം. അതുപോലെ തന്നെ STIസിൻ്റെ ഇനിഷ്യൽ സിംറ്റംസും ഫൈനൽ സിംറ്റംസും എന്താണെന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓൾസോ ദ STIs വിച്ച് ക്യാൻ ഓൾസോ സ്പ്രെഡ് ബൈ അതർ മോഡ്. അതിൽ രണ്ടെണ്ണേ ഉള്ളൂ, ഒന്ന് എയ്ഡ്സും രണ്ടാമത് ഹെപ്പറ്റൈറ്റിസ് ബിയും. അപ്പോൾ നമ്മൾ MTPയും STI എന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാണ്. വേഗം ഒന്ന് ചെയ്ത് നോക്കിയേ മക്കളെ. MTP is of much risk in which phase of pregnancy? യെസ്, സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് ഏറ്റവും റിസ്കി ആയിട്ടുള്ളത്. നെക്സ്റ്റ്, ഫ്രം ദ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് മെൻഷൻ ബിലോ ഐഡന്റിഫൈ ദ വൺ വിച്ച് ഡസ് നോട്ട് സ്പെസിഫിക്കലി എഫക്ട് ദ സെക്സ് ഓർഗൻ. സെക്സ് ഓർഗനെ തന്നെ എഫക്റ്റ് ചെയ്യാത്ത STI ഏതാണ്? സിമ്പിളാണ്, നമുക്കറിയാം. സെക്സ് ഓർഗനെ എഫക്റ്റ് ചെയ്യാത്ത STI ഇതിലേതാണ്? സിഫിലിസ് എഫക്റ്റ് ചെയ്യും, ബട്ട് എയ്ഡ്സ് STI which is not affecting the sex organ, it is going to affect the എന്താണ് നമ്മുടെ ലിംഫോസൈറ്റ്സിനെയാണ് എഫക്റ്റ് ചെയ്യുക, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുക. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 16, സെലക്ട് ദ ഓപ്ഷൻ ഇൻക്ലൂഡിംഗ് ഓൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് മാത്രമുള്ളത് ഏതാണ്? നോക്കാം, ഇവിടെ മലേറിയ വന്നിട്ടുണ്ട്, ഇവിടെ മലേറിയയും ഫിലേറിയയും വന്നിട്ടുണ്ട്, ഇവിടെ ക്യാൻസർ വന്നിട്ടുണ്ട്. ബട്ട് ഗൊണേറിയ, സിഫിലിസ്, ജനീഷ്യൽ ഹെർപ്പിസ്, ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. Question. So now we move to the last part of this chapter, that is infertility. നമുക്കറിയാം, ഒരു കപ്പിൾ ഒരു ഇയറിന് മേലെ നോർമൽ സെക്ഷൽ കോഹാബിറ്റേഷനിൽ താമസിച്ച ശേഷവും അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ കണ്ടീഷനെയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുക. ഇൻഫെർട്ടിലിറ്റിക്ക് ഒരുപാട് റീസൺസ് ഉണ്ട്. ചിലപ്പോൾ സെക്സ് ഓർഗൻസിൻ്റെ പ്രോബ്ലം ആവാം, ജനിച്ചപ്പോഴേയുള്ള കഞ്ചനൈറ്റൽ ആവാം, അല്ലെങ്കിൽ ഡ്രഗ്സോ ഇമ്മ്യൂണോളജിക്കലോ ഈവൻ സൈക്കോളജിക്കൽ കാരണങ്ങൾ വഴിയും നമുക്ക് എന്ത് ചെയ്യും, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. ആൻഡ് ഇൻഫെർട്ടിലിറ്റി ഉള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യാനാണ് നിങ്ങൾ ഈ വന്ധ്യതാ ചികിത്സ എന്നൊക്കെ കേട്ടിട്ടുള്ള അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി അല്ലെങ്കിൽ ആർട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അതർ ഇൻറ്റൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയ ആണ് ആർട്ട്. അപ്പോൾ നമുക്കിതാ ആർട്ട് പഠിക്കാൻ മിസ് ഒരു ഈസി ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ ആണ്. ആർട്ട് പ്രൊസീജിയേഴ്സിനെ മിസ് രണ്ടായിട്ട് ബേസിക്കലി ക്ലാസിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ.
മക്കളെ ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ ബോഡിയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഒരിക്കലും അമ്മയുടെ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡ് ആണെങ്കിൽ നമുക്ക് പറയാം അതൊരു ടെസ്റ്റ് ട്യൂബിലാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഓവത്തിലേക്ക് ആദ്യം സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ പ്രോസസ്സ് പറയാണ്. ഇതിനെയാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയും. ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൈഗോട്ടിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു 8 സെല്ല് വരെയുള്ള സ്റ്റേജ് ആണെങ്കിൽ ഇതിനെ നമ്മൾ എവിടോട്ട് എടുത്ത് വെക്കും? നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വെക്കും. ദാറ്റ് ഈസ് സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. ഇനി ഇത് ഡെവലപ്പ് ചെയ്തു 8 to 32 സെൽ സ്റ്റേജ് വരെയൊക്കെ ആണെങ്കിൽ അതിന് നേരെ യൂട്രസിലേക്ക് വെക്കും. ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ, അതർവൈസ് കോൾഡ് എസ് എംബ്രിയോ ട്രാൻസ്ഫർ. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഫീമെയിൽ ആണ്. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിലാണ്. ഇവിടെ ഓവത്തിലേക്ക് സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ശേഷം ഉണ്ടാകുന്ന സൈഗോട്ടിനെ 8 സെൽ സ്റ്റേജ് വരെയാണെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് തിരിച്ചു വെച്ചു കൊടുക്കുന്നു, സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. ഇനി അല്ല 8 to 32 സെൽ സ്റ്റേജ് ആയെങ്കിൽ അതിനെ യൂട്രസിലേക്ക് വെക്കുന്നു. എന്താണത്? IUT, ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ, അതർവൈസ് കോൾഡ് എസ് എംബ്രിയോ ട്രാൻസ്ഫർ. ഇനി എന്താ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ? അപ്പോൾ ഈ പേര് പറയുന്ന പോലെ തന്നെ ഫെർട്ടിലൈസേഷൻ ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ്സെ പിന്നെന്താ പ്രശ്നം? ഇവിടെ ഗ്യാമേറ്റ് ഇല്ല എന്നുള്ളതാ പ്രശ്നം. ഇവിടെ ഓവം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊരു ഗിഫ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഗ്യാമേറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്യൂബ് ട്രാൻസ്ഫർ. അപ്പോൾ പ്രശ്നം ഓവത്തിനായിരുന്നെങ്കിൽ ഓവത്തിനെ വെക്കുന്നതിനെയാണ്, ഫെലോപ്പിയൻ ട്യൂബിൽ വെക്കുന്നതിനാണ് ഗിഫ്റ്റ് എന്ന് വിളിക്കുക. ഇനി സ്പേമിൻ്റെ ആയിരുന്ന പ്രശ്നമെങ്കിലോ സ്പേമിനെ നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യലി ഇൻസെമിനേറ്റ് ചെയ്ത് കൊടുക്കും ഫീമെയിൽ ബോഡിയിലേക്ക്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇനി അത് വജൈന വരെയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അത് യൂട്രസ് വരെ നമ്മൾ കൊണ്ടുവയ്ക്കുന്നെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നും വിളിക്കാം. യൂട്രസിലേക്ക് സ്പേമിനെ കടത്തിവിടുകയാണെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. വജൈന വരെ കടത്തിവിടുന്നുള്ളൂ എങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ബൈ വിച്ച് ദ സ്പേം ഇസ് ഓൾസോ ഗെറ്റിംഗ് ഇൻ ടു ദ ബോഡി. ബോഡിയിലെത്തി അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും, ഇംപ്ലാന്റേഷൻ നടക്കും, ദ ബേബി ഈസ് ഡെവലപ്ഡ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സോ ദീസ് ആർ ദ 2 ART പ്രൊസീജിയേഴ്സ് വിച്ച് ഈസ് ഇൻ വിവോ ആൻഡ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടേംസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ലെറ്റ്സ് മൂവ് ഓൺ ഡയറക്ട്ലി ടു ദി ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: assisted reproductive technology IVF involves the transfer of. IVFൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓവം ഇൻറ്റു ഫെലോപ്പിയൻ ട്യൂബ് അല്ല, അത് ഗിഫ്റ്റ് ആണ്. അത് IVFലല്ല ചെയ്യുന്നത്. സൈഗോട്ട് ഇൻറ്റു ഫെലോപ്പിയൻ ട്യൂബ്, യെസ്. സൈഗോട്ട് ഇൻറ്റു യൂട്രസ്, സൈഗോട്ടിനെ അല്ല നമ്മൾ യൂട്രസ് വെക്കുക. എംബ്രിയോ വിത്ത് 16 ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻറ്റു ഫെലോപ്പിയൻ ട്യൂബ് അല്ല, അതിനെ നമ്മൾ യൂട്രസിലേക്കാണ് വെക്കാനുള്ളത്. സോ ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ, സൈഗോട്ട് ഇൻറ്റു ദി ഫെലോപ്പിയൻ ട്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18. Art technique have some drawbacks. Choose some from the below list. Art technique requires extreme high precision handling by specialized professionals. Correct ആണ്. Art need expensive instrumentation. Correct ആണ്. The facilities are available in only few centers in the country. നമ്മളെ രാജ്യത്ത് കുറച്ച് സെന്റേഴ്സിൽ മാത്രമേ ഇതുള്ളൂ. The benefit of art are affordable only to a limited people. ഭയങ്കര റിച്ച് ആയിട്ടുള്ള പീപ്പിളിന് മാത്രമേ അത്രയും പൈസ കൊടുത്ത് ആർട്ട് പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. ആർട്ട് പേവ് ദ വേ ഫോർ അഡോപ്ഷൻ. അത് നമുക്ക് പറയാൻ പറ്റില്ല. ആർട്ട് കാരണമാണ് അഡോപ്ഷൻ സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഓൾ അതേഴ്സ് ആർ ആക്ച്വലി സം ഡ്രോബാക്സ് ഓഫ് ആർട്ട്. ഇപ്പം നമുക്ക് പറയാം 1, 2, 3 and 4 ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ.
Question number 19. Choose the incorrect match. Okay, അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ്. ചൂസ് ദ ഇൻകറക്റ്റ് മാച്ച്. RTI, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. RTI എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ ആണ്. STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. IUI, ഇൻട്രാ യൂട്രൈൻ ഇൻജക്ഷൻ അല്ല, ഇൻട്രാ യൂട്രൈൻ ഇംപ്ലാന്റേഷൻ ആണ്. സോറി, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ആണ്, ഇൻജക്ഷൻ അല്ല, ഇൻസെമിനേഷൻ ആണ്. RCH, റീപ്രൊഡക്റ്റീവ് ചൈൽഡ് കെയർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ല, റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് 3 and 4 ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Which is actually your last question. Find the incorrect statement. Amniocentesis helps to determine the survivability of fetus. ഫീറ്റസിന്റെ സർവൈവബിലിറ്റി, അതിന് എത്ര നാൾ ജീവിക്കാൻ പറ്റുമെന്ന് ക്ലിയർ ആയിട്ട് അമ്നിയോസിന്തസിന് പറയാൻ പറ്റും. കോൺട്രസെപ്റ്റീവ്സ് ആർ നോട്ട് റെഗുലർ റിക്വയർമെന്റ് ഫോർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. കറക്റ്റ് ആണ്. Infertility clinics are specialized healthcare units that could help in diagnose corrective treatment of infertile couples. There is no congenital psychological reason behind sterility. നമ്മൾ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. കൺജനൈറ്റൽ റീസണിന് ഒരു എക്സാമ്പിൾ ആണ് ക്രെട്ടിനിസം പോലുള്ള രോഗങ്ങൾ. സൈക്കോളജിക്കൽ റീസൺ വഴിയും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. സോ ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ, വിച്ച് ഇസ് ഇൻകറക്റ്റ്. അപ്പോൾ നമ്മൾ അടിപൊളിയായി ഒരു 1 hourൽ കിട്ടിലമായി നമ്മൾ നമ്മുടെ ചാപ്റ്റർ റിവൈസ് ചെയ്തു. ഫുൾ കണ്ടന്റും പറഞ്ഞു. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് നമ്മുടെ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്ത് അതെല്ലാം വർക്കൗട്ട് ചെയ്തിട്ട് അടിപൊളിയായി കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. അപ്പോൾ ചാപ്റ്ററിൽ ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ് മിസ് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ കൊടുക്കാം. ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. മറ്റൊരു വൺ ഷോട്ടുമായി കാണാം. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.